ഹലോ ഹായ്, പുതിയൊരു വ്ളോഗിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വ്ളോഗോ വീഡിയോ അല്ലെങ്കിൽ വലിയ അങ്ങനെ കണ്ടൻ്റായിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത് മറന്നു പോയിരിക്കാൻ കുറേ ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഡയറി, ഇതിൻ്റെ പേഴ്സണൽ ഡയറിയാണ് ഇതിനകത്തുള്ളത്. അപ്പം അത് എന്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കുന്ന ആണ് നിങ്ങൾ കരുതുന്നുണ്ടാവും അല്ലേ? വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണുകളെ കുറിച്ചിട്ടാണ്. അത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനമായിട്ടുള്ളൊരു എല്ലാ അവയവങ്ങളും വളരെ പ്രധാനമാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു അന്ധത അത് വരുത്തി വയ്ക്കുന്ന ഒരു ഭീകരത്വം, നമുക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം ഭയാനകരമാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? അതായത് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒത്തിരി ഒത്തിരി കണ്ണ് കാണാത്ത ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അത് ജന്മനാ ഉള്ള പല പല തകരാറുകൾ മൂലമോ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു അന്ധത, മറ്റു കാര്യങ്ങളല്ല. അപ്പം എനിക്ക് അറിയാവുന്ന ഞാനൊരു ഈ കണ്ണിൻ്റെ കുറിച്ചിട്ടൊരു പ്രശ്നത്തെക്കുറിച്ച്, കണ്ണിൽ ബാധിക്കുന്ന ഒരു സിംറ്റത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എങ്ങനെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള കാരണം ഇതല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്നുള്ളത് അതെങ്ങനെയാണ് അത് എങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാമെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഐ ഡോക്ടേഴ്സൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കണം. അറിവില്ലാത്ത രീതിയിൽ പറഞ്ഞതാണെന്ന് കരുതിയാൽ മതി. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് കണ്ണിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്? അതിൻ്റെ മെയിനായിട്ടൊരു പ്രശ്നമാണ് ROP എന്ന് പറയും. ROPയിൽ ഈ എന്ന് പറയുന്നൊരു അസുഖം, റെറ്റിനോപ്പതി നമുക്കറിയാം, കണ്ണിൻ്റെ ഉള്ളിലാണ്, കണ്ണിൻ്റെ കാഴ്ചയെ സഹായിക്കുന്ന കണ്ണിനുള്ളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ റെറ്റിന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ണിൻ്റെ റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ ആ റെറ്റിനയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ റെറ്റിനോപ്പതി. ഈ റെറ്റിനോപ്പതി 2 ടൈപ്പുണ്ട്. അപ്പം ഞാൻ ഇന്ന് റെറ്റിനോപ്പതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ ROP എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഇതിനെപ്പറ്റി, ഈ റെറ്റിനോപ്പതിനെ പറ്റിയിട്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറയാം. റെറ്റിനോപ്പതി 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് നമുക്ക് ഈ പ്രമേഹം സംബന്ധിച്ചിട്ടുള്ള റെറ്റിനോപ്പതി വരും. പിന്നെ രണ്ടാമത്തെ ഒരു റെറ്റിനോപ്പതിയാണ് പ്രീ ടേം റെറ്റിനോപ്പതി. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ ROP എന്ന് പറയുന്നത്. അതായത് റെറ്റിനോപ്പതി ഓഫ് പ്രീ മെച്യൂരിറ്റി, ബേബീസിൽ കാണപ്പെടുന്ന ഈ പ്രീ ടേം ബേബീസിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുതിർന്നവരുടെ റെറ്റിനോപ്പതി അല്ല, കുഞ്ഞുങ്ങളുടെ റെറ്റിനോപ്പതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം എന്താണ് ഈ റെറ്റിനോപ്പതി, അല്ലെങ്കിൽ എന്താണ് ഈ പ്രീ ടേമിലെ റെറ്റിനോപ്പതി എന്ന് വെച്ചാൽ, ROP എന്ന് വെച്ചാൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം, ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായിട്ടൊരു ബർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് 40 ആഴ്ചയാണ്, 40 വീക്സ്. അപ്പോൾ ഈ 40 ആഴ്ചയ്ക്ക് ഉള്ളിൽ ജനിക്കുന്ന, അതായത് ഒരു 30 ആഴ്ചയ്ക്ക് ഉള്ളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം, അല്ലെങ്കിൽ ഒരു 33 ആഴ്ചയ്ക്ക് ഉള്ളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പറയുന്നത് പ്രീ ടേം ബേബീസ് എന്നാണ്. പ്രീ ടൈം ബേബീസ്. അപ്പം ഈ പ്രീ ടൈം ബേബീസ് ജനിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്താ? ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ബ്രീത്തിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ നമ്മുടെ ഈ ശരീരത്തിലെല്ലാ അവയവങ്ങളും അവർക്ക് ഫോം ആയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും ഒരു പൂർണ്ണമായൊരു വളർച്ചക്കുറവ്, അതൊക്കെ ആയിരിക്കും റെറ്റിനോപ്പതി ഈ ഒരു പ്രീ ടൈം ബേബീസിനെ ബാധിക്കുന്നൊരു വിഷയം. അതായത് അവർക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കുറവ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രീ ടൈം ബേബീസിനുണ്ടാകും. എക്സ്പെഷ്യലി നമ്മൾ പറയേണ്ട ഒന്നാണ് ഈ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരും.
അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ റെറ്റിനോപ്പതി വരും. അപ്പോൾ ഈ 40 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ കൃത്യമായി ഗർഭകാലം പൂർത്തീകരിക്കുന്ന ഒരു കുഞ്ഞിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കുറേ അധികം ഞരമ്പുകൾ വരും. നമുക്കറിയാം, കുറേ വെയിൻസും ഞരമ്പുകളൊക്കെ കൂടിയിട്ടാണ് ഓരോരോ അവയവങ്ങളെല്ലാം ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രീ ടൈം ബേബീസ്, ഈ ഫുൾ ടൈം, അതായത് 40 വീക്സ് ആയി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഞരമ്പുകളെല്ലാം അവർ ഈ 40 വീക്സ് ആകുമ്പോൾ തന്നെ ഇൻവിസിബിളായി പോകും. അവർക്കപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രീ ടൈം ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഞരമ്പുകളുണ്ട് കേട്ടോ നമ്മുടെ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഫുൾ ടൈം ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിൽ ഈ കുറേ ഞരമ്പുകളുണ്ട്. പക്ഷേ ഈ ഫുൾ ടൈം ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഞരമ്പുകൾ എന്ത് ചെയ്യും, 40 ആഴ്ച പൂർത്തീകരിക്കുമ്പം ഈ കണ്ണിലെ ഞരമ്പുകളെല്ലാം തന്നെ ഇൻവിസിബിളായി പോകും. അപ്പോൾ അവർക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ പ്രീ ടൈം ബേബീസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഈ ഞരമ്പുകൾ ഇൻവിസിബിൾ ആവുന്നതിന് മുന്നേ തന്നെ ഇവർ ജനിക്കുവാണ്. അപ്പോൾ എന്താണ്, ഇവർക്ക് കാഴ്ചയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാഴ്ചയ്ക്ക് നല്ലവണ്ണം വിസിബിലിറ്റീസ് ഉണ്ടാവില്ല, ആളെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള കുറേ പ്രശ്നങ്ങൾ ഇവർക്ക് ഈ ഒരു പ്രീ ടൈം ബേബീസിനുണ്ടാവും. അപ്പം അതാണ് ഈ ROP എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രായം തികയാത്ത കുഞ്ഞുങ്ങളിൽ ആവശ്യമില്ലാത്ത കുറേ ഞരമ്പുകൾ കണ്ണിൽ കൂടി കിടക്കുന്നുണ്ടാവും. അതുമൂലം ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്നുണ്ടാവില്ല, കാഴ്ച ഉണ്ടാവില്ല. അപ്പം അതിനെയാണ് ഈ ROP സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ROP ഞാൻ പറഞ്ഞല്ലോ, പ്രീ ടൈം ബേബീസിനാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ആധികാരികമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് എൻ്റെ അറിവിൽ ഉള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് സർട്ടൻ വെയിൻസ് ഓൺ ഐസ്. അപ്പം അതാണ് സർട്ടൻ ഒരു ആവശ്യമില്ലാത്ത കുറേ ഞരമ്പുകൾ കണ്ണിൽ കൂടി കിടന്ന കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാവില്ല, പ്രീ ടൈം ബേബീസിന് കാഴ്ച ഉണ്ടാവില്ല. അതിനെയാണ് ഈ ROP എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിനെന്താണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി അടുത്ത ടോപ്പിക്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്കിന്ന് പറയാൻ പറ്റും, സർജറി കൊണ്ടാണ് നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഈ പറയണ പോലെ നമുക്ക് കണ്ണിന് ഇഞ്ചക്ഷൻ ചെയ്യാം, ഇഞ്ചക്ഷൻ കൊടുക്കാം. അങ്ങനെ ഈ മൈനറായിട്ടുള്ള കേസുകൾക്കൊക്കെ ഈ ഇഞ്ചക്ഷൻ മതിയായിരിക്കും. അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതും സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് സർജറി? അപ്പോൾ കണ്ണ് തുറന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ, ലേസർ സർജറിയാണ് ഇതിന് ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഡയബറ്റിക് ബാധിച്ചവർക്ക്, പ്രമേഹം ബാധിച്ചവർക്കൊക്കെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ റെറ്റിനോപ്പതിയാണെന്ന് പറയും. അപ്പോൾ അത് ലേസർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മോർ വിസിബിലിറ്റി ചാൻസ് കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രീ ടൈം ബേബീസിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലേസറാണ് അതിന് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് എവിടെ ഹോസ്പിറ്റലൊക്കെ ആണെന്നുള്ളത് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു ലേസർ ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ദ ഫേമസ് ആയിട്ടുള്ള അരവിന്ദ ഹോസ്പിറ്റലുണ്ട്. കോയമ്പത്തൂർ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ അവിനാശി റോഡിൽ അടുത്താണ് ഈ ഒരു ഹോസ്പിറ്റൽ, അരവിന്ദ ഹോസ്പിറ്റൽ. അത് ബെസ്റ്റ് കുഞ്ഞുങ്ങളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്, ഡോക്ടർ പരാഗ് ഷാ എന്നാണ് ഡോക്ടറിൻ്റെ പേര്. നല്ലൊരു ഡോക്ടറാണ്. ഡോക്ടർ ഓങ്കോളജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അവിടെയാണ് ഈ ഡോക്ടർ ഇരിക്കുന്നത്, ആ ഒരു സ്ഥലത്ത്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അധികം നമുക്ക് ഭയങ്കര അങ്ങനെ എക്സ്പെൻസീവും കാര്യങ്ങളും ഒന്നും തന്നെയല്ല. നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസീവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേയുടെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ അങ്ങനെ അധികം ക്യാഷൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഇച്ചിരി തുച്ഛമായിട്ടൊരു എമൗണ്ട് അത്രേ ഉള്ളൂ. ഈ ഒരു ലേസറിനും മറ്റു കാര്യത്തിനൊക്കെ ആയിട്ട് വേണ്ടി ചിലവാവുക. അപ്പം
ഇത് എങ്ങനെയാണ് ഇനി ഞാൻ ഇതിനെ പറ്റിയിട്ട് അറിയാനും ഇത് നിങ്ങളോട് പറയാനും ഒക്കെ എന്താണ് കാരണം എന്നും കൂടി ഞാൻ പറയാം. അതായത് എനിക്ക് ട്വിൻ ബേബീസാണ്. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ ഓൾറെഡി കുറേ ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞാൽ എനിക്ക് ട്വിൻ ബേബീസിൽ ഇവർ 28 വീക്സിലുള്ള, അതായത് 7 മന്തിലുള്ള ബേബീസാണ്. എനിക്ക് ഫ്ലൂയിഡ് ലീക്കേജായി വന്ന് അങ്ങനെ ഞാൻ C-സെക്ഷൻ ആയിരുന്നു ഡെലിവറി ചെയ്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിൽ സെക്കൻഡ് ആൾക്ക്, ട്വിൻസിൽ സെക്കൻഡ് ആൾക്ക് ഇതേപോലെ ROP ഉണ്ട്. അപ്പം ഈ ROP കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ഓൾറെഡി 2 പേർക്കും ഫസ്റ്റിൽ ഇത് ടേം ചെയ്തു, ഡയഗ്നോസ് ചെയ്തു. അതിനുശേഷം 2 പേർക്കും ഈ പറയുന്ന പോലെ ആദ്യം ഫസ്റ്റത്തെ ആൾക്ക് ചെയ്തു, ലേസർ ചെയ്തു. അവന് കുഴപ്പമില്ല, അവന് കാര്യങ്ങളെല്ലാം അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സെക്കൻഡ് ബേബി 2 ബോയ്സാണ്. സെക്കൻഡ് ആൾക്ക് ആദ്യം അവർ ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനൊരു കണ്ണിനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇഞ്ചക്ഷൻ കൊടുത്തു. അതിനുശേഷം ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീണ്ടും ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പിന്നെ അവനുണ്ടായ ഒരു 2-3 മന്തൊക്കെ ആയപ്പോൾ അവന് വീണ്ടും കണ്ണിൽ ലേസർ ചെയ്തു. 2-3 മന്ത് ആയപ്പോൾ അതും കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു 6 മാസം ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫോളോ അപ്പിന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ഒരു 6 മാസം ഞങ്ങൾ ഫോളോ അപ്പിന് പോയപ്പോൾ 2 പേർക്കും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഇവന് പതുക്കെ ഒരു സ്ക്വിൻറ്റ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. സ്ക്വിൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കോങ്കണ്ണ് അവനിങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പം ഞാനത്ര ക്ലിയറായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡും മമ്മിയൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ ചെറിയൊരു കോങ്ങനുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരെ വഴക്ക് പറഞ്ഞു. പിന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ അവർ ഈ പറഞ്ഞത് ഞാൻ ഒബ്സർവ് ചെയ്തു. അത് ഒരു അമ്മയെന്നൊരു ഭാഗത്ത് എനിക്ക് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും ഞാനത് ശ്രദ്ധിക്കാത്തത്. അതിനുശേഷം ഞാനത് പതുക്കെ ഞാനത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ശരിയാണ്, ഇവനൊരു സ്ക്വിൻറ്റ് വന്നു. അങ്ങനെ പിന്നെ ഒരു ഫോളോ അപ്പ് വന്നത് 1 വയസ്സിൽ ഫോളോ അപ്പിനാണ്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഫോളോ അപ്പിന് ഞങ്ങൾ 1 വയസ്സിൻ്റെ ഫോളോ അപ്പിന് ഇവർക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോളോ അപ്പിന് പോയപ്പോൾ ഇവർക്ക് കുഞ്ഞിലെ തന്നെ സർജറി ചെയ്ത് ഇവർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന, ഇവരുണ്ടായപ്പോൾ തൊട്ട് കണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നൊരു ഡോക്ടറാണ്. ആ ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഇങ്ങനൊരു സ്ക്വിൻറ്റ് ഡെവലപ്പായത് വീണ്ടും അവനൊരു കാഴ്ചയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്ത് ഞാൻ റെഫറൽ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ അരവിന്ദ് ഹോസ്പിറ്റലിൽ ചെന്നുപെട്ടത്. ഈ ഡോക്ടർ മുഖേന റെഫറൽ തന്നിട്ടാണ് ഞങ്ങൾ ഇവൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, അതായത് ഇവൻ ഓൾറെഡി ഒരു കണ്ണിനൊരു ലേസർ ചെയ്തു, ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളവിടെ പോകുന്നത്. ഞങ്ങളവിടെ പോയി ഡോക്ടറെ കണ്ടു. ഈ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറാണ് എല്ലാ റെഫറലെല്ലാം തന്നത്. നമ്മൾ റെഫറൽ ചെയ്ത് ഇവിടെ വിട്ടത്, കോയമ്പത്തൂർ വിട്ടത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് വന്ന് ഇവനെ പരിശോധിച്ചപ്പം ശരിയാണ്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താലും ഇവനിങ്ങനെ ഒരു ലേസർ പൂർണ്ണമായിട്ട് ചെയ്താലും ഇവനൊരു കണ്ണിന് കാഴ്ച കിട്ടുമോ എന്നൊരു ഡൗട്ട് അവർ പറഞ്ഞു. ലേസർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അവർ ലേസർ ചെയ്തു തരാം. പക്ഷെ അവന് പൂർണ്ണമായിട്ട് അതൊരു കണ്ണിന് സർജറി ചെയ്താലും അല്ലെങ്കിൽ വേറൊരു എന്താണെന്നല്ല ഓപ്പൺ സർജറി ആയിരിക്കും, എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല, ചെയ്താൽ ഇവന് കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അത് കാഴ്ച കിട്ടാനൊരു ചാൻസ് അതൊരു 20% അവർ പറഞ്ഞോളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല, ആ ഡോക്ടേഴ്സ് അത്രയും നല്ലൊരു മിടുക്കന്മാരായ ഡോക്ടേഴ്സ് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ചെവി കൊടുത്തല്ലേ പറ്റൂ. ശരി വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവർ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളവിടെ ചെല്ലാൻ പറഞ്ഞു. അവർ ലേസർ ചെയ്ത് വിട്ട് ഞങ്ങൾ പോകുന്നു. പിന്നെ ഒരു ഫോളോ അപ്പിന് ചെന്നപ്പോഴാണ് ഡോക്ടേഴ്സ് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. ആകെ തകർന്നു പോയൊരു ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അപ്പം കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ നിങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ്
കണ്ട ഒരു ഡോക്ടേഴ്സിനെ ചെന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ഫോളോ അപ്പ് എല്ലാം ഞങ്ങൾ റെഫറലിന് വിട്ട ഡോക്ടറെ പോയി കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞ പരാഗ് ഡോക്ടറും ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ റെഫറലിന് വിട്ട ഡോക്ടറും തമ്മിൽ അവർ ഡിസ്കസ് ചെയ്തു. കുഞ്ഞിന് ഇങ്ങനെ ചെയ്താലും അത് ബുദ്ധിമുട്ടാണെന്ന് ഒരു കാര്യം അവർ പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്ന് പറയാണ്. അപ്പം അതാണ് ഈ ഒരു മെയിനായിട്ടുള്ള ഈ ആർഒപിയുടെ മെയിനായിട്ടൊരു ഡാർക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പം ലേസറൊക്കെ ചെയ്തപ്പോൾ അവന് ആ ഒരു സ്കിന്നിൻ്റെ ഒരു ഇതിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ അവന് വലത് കണ്ണിനാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ. ആ വലത് കണ്ണിനാണ് അവന് ഇഞ്ചക്ഷൻ ചെയ്തതും വലത് കണ്ണിനാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതും ലേസർ ചെയ്തൊക്കെ ചെയ്തതും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവന് വലത് കണ്ണിൽ എനിക്കൊരു ഇച്ചിരി ഒരു വിഷന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവനെല്ലാം സ്ട്രെയിൻ ചെയ്ത് നോക്കുന്നത് ഈ ലെഫ്റ്റ് ഐയിലൂടെയാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ ഓരോരോ ആൾക്കാർ ചോദിക്കും, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയാലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരോ ഒക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, അവൻ്റെ കണ്ണിനെന്താ, മോൻ്റെ കണ്ണിനെന്താ പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ കണ്ട ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ കാണുന്നവർ ആരും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കരുത്. കാരണം അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അത് ഈ ഒരു അസുഖം തന്നെയല്ലേ, എന്തൊരു അസുഖം ആയിക്കോട്ടെ. ഈ കണ്ണിൻ്റെ തന്നെ പ്രശ്നമില്ല, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ആ മാതാപിതാക്കളോട് കഴിവതും ചോദിക്കാതിരിക്കുക. അതാണ് അവർക്ക് ചെയ്യാൻ ഇത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായം. അപ്പം ഇനിയാണ് ഞാൻ ഇപ്പം ഈ കേരളത്തിൽ ഒരു റെറ്റിനയുടെ ഒരു ഫേമസ് ആയിട്ടൊരു ഡോക്ടറാണ്. എൻ്റെ ഡീറ്റെയിൽസെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറയാം. ഡോക്ടറിൻ്റെ പേര് ഞങ്ങൾ റെഫറലിന് വിട്ട ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ നടാഷ എന്നാണ്. നടാഷ രാധാകൃഷ്ണൻ എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ഡോക്ടർ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാജഗിരി ഹോസ്പിറ്റലുണ്ട്. പിന്നെ ബുധനാഴ്ച നമ്മുടെ ഈ ഇവിടെ എറണാകുളം ജില്ലയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച നമുക്ക് ഈ നെടുഞ്ചാരൽ ഹോസ്പിറ്റലുണ്ട് മൂവാറ്റുപുഴ, അവിടെ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എവിടെയൊക്കെ ഡോക്ടർ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് കിക്ക് ഡോക്ടറിൽ നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റും. ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അവസാനം കൊടുത്തിരിക്കാം. ഡോക്ടർ നടാഷ എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ഭയങ്കര നല്ല ഡോക്ടറാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കത് പേഴ്സണലായിട്ട് ഡോക്ടറോട് അറ്റാച്ച്ഡൊക്കെ തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഡോക്ടറാണ്. ഞാനിപ്പം ഡോക്ടറോട് ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഡോക്ടർ എനിക്ക് അപ്പം തന്നെ അതിനൊന്ന് മറുപടിയും കാര്യങ്ങളൊന്നും തരും. അപ്പം ഞാനിങ്ങനൊരു ഈ കോയമ്പത്തൂർ വന്നതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പം ഞാൻ ആകെ തകർന്നു പോയി കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി എന്നെ ചേർത്ത് പിടിക്കുകയുണ്ടായി. അപ്പോൾ മാഡത്തിനോട് ഞാൻ ഈ ഒരു വീഡിയോ മാഡം കാണുകയാണെങ്കിൽ മാഡത്തിനോട് ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ഞാനും എൻ്റെ മക്കളും അതുപോലെ തന്നെ എൻ്റെ കുടുംബവും ഞാൻ മാഡത്തിനോട് ഭയങ്കരധികം കടപ്പെട്ടിരിക്കുന്നു, ഒരിക്കലും മറക്കത്തില്ല. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഇങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷനിലൂടെ പോകുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഗുണകരമാണ് ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ദിസ് ഇസ് ബൈ ഫ്രം സോഫിയ ജേക്കബ്. ടാറ്റ.